നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വേതന വർധന ആവശ്യപ്പെട്ട് തൃശൂർ അമല ജൂബിലി മിഷൻ നഴ്സ് സമരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം കടുപ്പിക്കാൻ ഒരുങ്ങി UN. നഴ്സുമാരുടെ ജില്ലാതല പണിമുടക്കും മരണം വരെ നിരാഹാര സമരവും ജൂബിലി ആശുപത്രി ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കാനൊരുങ്ങി UN. വേതന വർധനവ് നടപ്പാക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും യൂണിയൻ നേതാക്കൾ. തൃശൂർ DCC ഓഫീസിന് സമീപം മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന് അനുകൂലമായ ഫ്ലക്സ് ബോർഡ് ഉയർന്നു. മാത്യു വരട്ടെ, മാറ്റം വരട്ടെ, KPCC നയിക്കാൻ മാത്യു കുഴൽനാടൻ വരട്ടെ എന്നും ഫ്ലക്സിൽ. പിണറായിക്കെതിരെ പടപൊരുതിയവൻ വരട്ടെ, കോൺഗ്രസിനെ നയിക്കാനെന്നും ഫ്ലക്സിൽ. ഒറ്റപ്പാലം പാലപ്പുറത്തെ നാട്ടുകാർ കഞ്ചാവ് ചെടി കണ്ടെത്തി. പോലീസിനെ വിവരം അറിയിച്ചിട്ടും പോലീസ് എത്തിയില്ലെന്ന് നാട്ടുകാരുടെ ആക്ഷേപം. നിരോധിത ലഹരി കേസുകളിൽ പിടിയിലാവുന്നവർക്ക് യാതൊരു സംരക്ഷണവും ലഭിക്കില്ലെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസൻ. വാണിയംകുളം ത്രാങ്ങാലിയിൽ വീടിന് വേണ്ടി നൽകിയ അപേക്ഷ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകൾക്ക് ഇനി സുഖചികിത്സക്കാലം. ആനയൂട്ടോടെ സുഖചികിത്സയ്ക്ക് തുടക്കം. STV വാർത്ത ഫലം കണ്ടു. പാലക്കാട് നിന്ന് എറണാകുളത്തേക്കുള്ള മെമുവിൽ ഇനി മുതൽ ഭിന്നശേഷിക്കാർക്കായി റെയിൽവേ കോച്ച് അനുവദിച്ചു. കോട്ടായിൽ ജൽജീവൻ പദ്ധതിക്കായി റോഡിന് കുറുകെ ചാലുകീറിയത് ശരിയായ രീതിയിൽ മൂടാത്ത അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. വേതന വർധനവ് ആവശ്യപ്പെട്ട് തൃശൂർ അമല ജൂബിലി മിഷൻ നഴ്സ് സമരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം കടുപ്പിക്കാനൊരുങ്ങി UN. നഴ്സുമാരുടെ ജില്ലാതല പണിമുടക്കും മരണം വരെ നിരാഹാര സമരവും ജൂബിലി ആശുപത്രി ഉപരോധം അടക്കമുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. വേതന വർധനവ് നടപ്പാക്കുന്നതുവരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും നേതാക്കൾ സൂചിപ്പിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം നഴ്സുമാർ തൃശൂർ അതിരൂപത ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിനെതിരെ തൃശൂർ അതിരൂപതയും ശക്തമായ സമരപരിപാടികൾക്ക് നീങ്ങുകയാണ്. വിശ്വാസികളും വൈദികരും ഉൾപ്പെടുത്തിയുള്ള സമരപരിപാടികളാണ് നടത്താനൊരുങ്ങുന്നത്. സർക്കാർ ഔദ്യോഗികമായി വേതന വർധനവ് പ്രഖ്യാപിക്കാതെ ശമ്പളം കൂട്ടി നൽകില്ലെന്ന നിലപാടിലാണ് അമല ജൂബിലി മാനേജ്മെന്റുകൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ DCC ഓഫീസിന് സമീപം മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡ് ഉയർന്നു. മാത്യു കുഴൽനാടൻ വരട്ടെ, KPCC നയിക്കാൻ എന്നാണ് ഫ്ലക്സിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്യു വരട്ടെ, മാറ്റം വരട്ടെ എന്ന തലക്കെട്ടോടുകൂടിയാണ് ഫ്ലക്സ് ഉയർത്തിയിരിക്കുന്നത്. പിണറായിക്കെതിരെ പടപൊരുതിയവൻ വരട്ടെ, കോൺഗ്രസിനെ നയിക്കാനെന്നും ഫ്ലക്സിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒറ്റപ്പാലം പാലപ്പുറത്തെ നാട്ടുകാർ കഞ്ചാവ് ചെടി കണ്ടെത്തി. ഒറ്റപ്പാലം പോലീസിനെ വിവരം അറിയിച്ചിട്ടും പോലീസ് സ്ഥലത്തെത്തിയില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പാലപ്പുറം മടത്തൊടി റോഡ് തുടങ്ങുന്ന ഭാഗത്തു നിന്നാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. 50 സെൻറ്റിമീറ്ററോളം ഉയരമുള്ള വലിയ ചെടിയും ഇതോടൊപ്പം ചെറിയ ചെടികളുമാണ് കണ്ടെത്തിയത്. സംശയം തോന്നിയ നാട്ടുകാർ ഒറ്റപ്പാലം പോലീസിനെ വിവരം അറിയിച്ചിട്ടും മണിക്കൂറോളം കഴിഞ്ഞിട്ടും എത്തിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പിന്നാലെ മറ്റൊരു കേസിന്റെ ഭാഗമായി ഇതുവഴി വന്ന എക്സൈസ് സംഘമാണ് ചെടികൾ പരിശോധിച്ച് കഞ്ചാവാണെന്ന് ഉറപ്പാക്കിയത്. വേരോടെ പിഴുത ചെടികൾ എക്സൈസ് സംഘം കൊണ്ടുപോയി. കേസെടുത്ത് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നിരോധിത ലഹരി കേസുകളിൽ പിടിയിലാകുന്നവർക്ക് പാർട്ടിയുടെ യാതൊരു സംരക്ഷണവും ലഭിക്കില്ലെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് വ്യക്തമാക്കി. ULFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നടത്തിയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PI ഷാനവാസ്. ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് ഇവിടുത്തെ പോലീസ് കണ്ണടച്ചിരിക്കുകയായിരുന്നു. എന്നാൽ നല്ല മിടുക്കരായിട്ടുള്ള ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങിയപ്പോൾ നമ്മുടെ തെരുവുകൾ ശാന്തമാവുകയാണ്, നമ്മുടെ വീടുകൾ ശാന്തമായി ഉറങ്ങുകയാണ്, നമ്മുടെ കലാലയങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ കാരണം അതിശക്തമായ ഇടപെടലാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, ഈ ലഹരി മാഫിയകൾക്കെതിരെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുമ്പോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രതികളെ വെറുതെ വിടാനും പ്രതികൾക്ക് ജാമ്യം കൊടുക്കാനും ഒരു UDF നേതാവും അറിയില്ലെന്നുള്ള ഉറപ്പ് ഈ തെരിയിൽ വെച്ച് നൽകുകയാണ്. കാരണം നമുക്ക് ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ തലമുറ നശിക്കാൻ പാടില്ല. നമ്മുടെ തലമുറ അവന്റെ വീടുകൾ ഉപേക്ഷിച്ചുകൊണ്ട്, അവന്റെ സഹോദരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്
സർക്കാരിന്റെ പുതിയ ലഹരി വിരുദ്ധ ഓപ്പറേഷനായ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുതുരുത്തി സെന്ററിൽ UDF വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ലഹരി വിപണനം, ഉപയോഗം എന്നിവയിൽ ഉൾപ്പെടുന്ന ആർക്കും ഒരു തരത്തിലുള്ള പാർട്ടി സംരക്ഷണവും ലഭിക്കില്ലെന്നും അത്തരക്കാർക്ക് വേണ്ടി ഒരു UDF നേതാവും പോലീസ് സ്റ്റേഷനുകളിൽ എത്തില്ലെന്നും ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായ ഉദയൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് TK സൈദലവി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് CKM അഷ്റഫ്, RSP ജില്ലാ സെക്രട്ടറി VV പ്രസാദ്, UDF നേതാക്കളായ PT തമ്പിമണി, ബീന രവി, P പത്മജ, ആരിഫ മേച്ചേരിക്കുന്ന്, സൈനബ, K മോഹൻദാസ്, OU ബഷീർ, വള്ളത്തോൾ നഗർ പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുറഹ്മാൻ, VM ജാഫർ, കബീർ, ഹരിദാസ്, PA അബ്ദുൾ റഷീദ്, PC ബാബു, CA അർഷദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായിൽ ജൽജീവൻ പദ്ധതിക്കായി റോഡിന് കുറുകെ ചാലുകീറിയത് ശരിയായി മൂടാതെ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തിയത്. ഗതാഗത തിരക്കിൽ വീർപ്പൂട്ടുന്ന പറളി ചന്തപ്പുരയിൽ ഓടന്നൂരിലേക്ക് തിരിയുന്ന റോഡിന് കുറുകെ ചാലുകീറിയത് ശരിയായി മൂടാതെ സ്ഥലം വിട്ട ജൽജീവൻ മിഷൻ അധികൃതർക്കെതിരെ പ്രതിഷേധമുയർന്നു. ഗതാഗതത്തിന് ഭീഷണിയായതിനു പുറമെ നിരവധി വാഹനാപകടങ്ങളും ഇതുമൂലമുണ്ടായി. ചാലുകീറിയത് ശരിയായ മൂടാതെ അധികൃത അനാസ്ഥയ്ക്കെതിരെ പറളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS അജിത്തിന്റെ നേതൃത്വത്തിൽ ചന്തപ്പുര ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. റോഡിനടിയിൽ പൈപ്പ് സ്ഥാപിക്കാമെന്ന പേരിലാണ് റോഡ് കുറുകെ ചാലുകീറിയത്. ചാല് മൂടിയെങ്കിലും മഴ പെയ്തതോടെ താഴ്ന്ന വലിയ ആഴത്തിൽ ചാല് രൂപപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാന പാതയിൽ നിന്നും ഓടന്നൂർ റോഡിലേക്ക് തിരിയുന്ന ഇരുചക്ര വാഹനങ്ങളും ഓട്ടോകളും റോഡിന് കുറുകെയുള്ള ചാലിൽപ്പെട്ട് മറിയുന്നത് പതിവായിട്ടുണ്ട്. റോഡിൽ ചാല് കീറിയത് നികത്തി അടിയന്തരമായി പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും വൈസ് പ്രസിഡന്റും ഓട്ടോ ഡ്രൈവർമാരും പറഞ്ഞു. ഉള്ളതെല്ലാം ചാല് കീറി അപകട മേഖലയായി ഉള്ള സാധ്യതയുള്ള ഭാഗങ്ങൾ പല തവണ നമ്മൾ പഞ്ചായത്ത് സമിതി വിളിച്ചിട്ടും അധികാരം ശ്രദ്ധ നേരെ കേന്ദ്രീകരിച്ച് കൊടുക്കുന്നില്ല. കാരണം പിന്നെ ഇപ്പോൾ തേരൂര് സ്കൂളിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒരു സംവിധാനമുണ്ട്. ഇത് 3 കൂടിയ റോഡാണ്. സ്കൂൾ സോണാണ്, ഓവർഫ്ലോ സോണാണ്, അതുപോലെ കൊല്ലമന്നം ഹൈവേക്ക് പോകുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് സഹോദരങ്ങളുണ്ട്. അവർ മുമ്പ് ആ ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നമ്മൾ പലതവണ അറിയിച്ചിട്ടും അനാസ്ഥയാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഈ ജൽജീവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതെല്ലാം ഒന്ന് വെട്ടിവെച്ചാൽ നടക്കുന്ന ആൾക്കാർക്ക് മുസ്ലിം കുട്ടികൾക്കൊക്കെ ഒരു സൗകര്യം. ഈ ചാലിൻ്റെ കാര്യം പറയും. ചാല് 2-2.5 കൊല്ലത്തോളം ഈ ചാല് കീറിയിട്ടിട്ടുണ്ട്. പല പ്രാവശ്യം ആൾക്കാരും ബൈക്കുകളും കാറുകളും വണ്ടിക്കാരും ഒക്കെ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. കോട്ടയ ഭാഗത്തെല്ലാം മേഘ റോഡെല്ലാം കോൺക്രീറ്റ് ഇതുമെല്ലാം ചന്തമായി. നമ്മുടെ ഈ ഭാഗം മാത്രം, ഈ റോഡ് മാത്രമേ ഓടുന്നത് മേട് വരെയൊക്കെയുള്ള റോഡും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വണികുളം ത്രാങ്ങാലിയിൽ വീടിനു വേണ്ടി നൽകിയ അപേക്ഷ ഉദ്യോഗസ്ഥരെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ ആവശ്യപ്പെട്ടു. മുല്ലയ്ക്കൽ കറുപ്പൻ്റെ വീട് P വേണുഗോപാലിനോടൊപ്പമുള്ള നേതാക്കൾ ചേർന്ന് സന്ദർശിച്ചു. 20 വർഷത്തോളമായി മാറിവന്ന ഭരണസമിതിയും കുടുംബത്തോടെ കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്നും വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ത്രാങ്കാലി സ്വദേശികളായ കറുപ്പിന്റെയും മഞ്ജുളുടെയും കുടുംബമാണ് 20 വർഷത്തോളമായി വീടിനു വേണ്ടി കാത്തിരിപ്പ് തുടരുന്നത്. അർഹത ലിസ്റ്റിൽ മുൻപന്തിയിൽ ഇടം നേടിയിട്ടും വീട് ഇതുവരെ കിട്ടിയില്ലെന്ന് കുടുംബം സ്ഥലം സന്ദർശിച്ച നേതാക്കളോട് പറഞ്ഞു. പെയിന്റിംഗ് തൊഴിലാളിയായ കറുപ്പിന്റെ ഏക വരുമാനം കൊണ്ടാണ് 2 പെൺകുട്ടികളടങ്ങുന്ന 4 കുടുംബം ഈ മൺകൂരയിൽ ജീവിച്ചു പോകുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ PMAY പദ്ധതിയിലൂടെ വീട് നൽകുന്നവരുടെ ലിസ്റ്റിൽ ഇവർ ഉണ്ടെന്ന് വിവരം ലഭിച്ചിരുന്നു. ആവശ്യപ്പെട്ട രേഖകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവർക്കൊപ്പം അപേക്ഷ നൽകിയ മറ്റെല്ലാ കുടുംബങ്ങൾക്കും വീട് ലഭിച്ചു. തനിക്ക് മാത്രം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ രേഖകൾ നഷ്ടപ്പെട്ടു എന്ന മറുപടിയാണ് ലഭിച്ചത് എന്ന് മഞ്ജുള BJP നേതാക്കളോട് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലിനോടൊപ്പം ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി P ജയരാജ്, വെസ്റ്റ് ജില്ലാ സെക്രട്ടറി സുമ ബാബു, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് T ബാബു, ഏരിയ പ്രസിഡന്റ് P സുനിൽകുമാർ, മനശ്ശേരി ഏരിയ പ്രസിഡന്റ് രാജു ആറംകുളം, ഏരിയ ജനറൽ സെക്രട്ടറി രാകേഷ്, BJPയുടെ വാർഡ് മെമ്പർ തുടങ്ങിയവരാണ് കുടുംബത്തെ സന്ദർശിച്ചത്. അപ്പോൾ വ്യക്തിപരമായിട്ട് അവർ രാഷ്ട്രീയം വേറെയാണ് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഈ അർഹതപ്പെട്ട ഈ കുടുംബത്തിന് വീട് അനുവദിക്കാത്ത ഭരണസമിതി, അത് വണികുളം പഞ്ചായത്ത് തുടർച്ചയായി ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന് ഒരു മാറ്റം ഉണ്ടാക്കിയേ തീരും. അതോടൊപ്പം തന്നെ അവിടെ കൊടുത്തിട്ടുള്ള രേഖകൾ കാണാനില്ല എന്ന് പറയുന്നത് അതൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ്. അപ്പോൾ അതിന് തക്കതായുള്ള നടപടി എടുക്കണം. എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് വീട് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം.
സമാനമായുള്ള സംഭവങ്ങൾ ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ ആളുകളുടെയാണ് ഇതുപോലെ രേഖകൾ നഷ്ടപ്പെട്ടെന്നറിയില്ല. ഇവർ കൊടുക്കുന്ന രേഖകൾ മറ്റെന്തെങ്കിലും തിരിമറി ചെയ്യുന്നുണ്ടോ ഭരണകർത്താക്കൾ എന്നറിയുന്നില്ല. അത് ആരുടെ വീഴ്ചയാണ്? അത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറിമാരുടെ വീഴ്ചയാണോ? അതിലത്തെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണോ? ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണെങ്കിലും അതിന് ഉത്തരവാദികൾ ഭരിക്കുന്ന ആളുകളാണ്. കാരണം ഏത് സംവിധാനത്തിലും ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തിയാൽ അത് ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം നിൽക്കുന്നില്ല, അത് കൃത്യമായി അന്വേഷിക്കുന്നില്ല എന്നുള്ളതിന്റെ ഭരിക്കുന്ന ആളുകൾ അന്വേഷിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇതുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകൾക്ക് ഇനി സുഖചികിത്സക്കാലം. ആനയൂട്ടോടെ സുഖചികിത്സയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. 35 ആനകൾ ഉള്ളതിൽ നേരില്ലാത്ത 15 ആനകൾക്കാണ് സുഖചികിത്സ ആരംഭിച്ചത്. കർക്കിടക മാസ ചികിത്സകളുടെ ഭാഗമായിട്ടാണ് ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകൾക്ക് സുഖചികിത്സ ആരംഭിച്ചത്. ആനക്കോട്ടയിൽ 35 ആനകളാണ് നിലവിലുള്ളത്. ഇതിൽ 15 എണ്ണത്തിനാണ് ഊട്ട് നടത്തി ചികിത്സ ആരംഭിച്ചത്. വരും വർഷങ്ങളിൽ മികച്ച രീതിയിൽ ആനയൂട്ട് നടത്താനാണ് ദേവസ്വത്തിന്റെ തീരുമാനം. ആനകളെ സംബന്ധിച്ചിടത്തോളം സുഖചികിത്സ ഒരു സുഖചികിത്സ തന്നെ. ആനകൾക്ക് ഇത്രയും സുഖകരമായ ഒരു മാസം 30 ദിവസം ലോകത്തെവിടെ ഉണ്ടാവില്ല, ഗുരുവായൂരിലല്ലാണ്ട്. എല്ലാ ആനകളെയും നമുക്ക് ഒരുമിച്ച് എത്താൻ 74 75 ആനകൾ ഉണ്ടായിരുന്നത് ഇന്ന് 10-35 ആനകളായി മാറി. എല്ലാ വർഷവും സുഖചികിത്സ ദേവസ്വം നടത്തും. അതിനെ ആനകളെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. സുഖചികിത്സയ്ക്കുള്ള കൂട്ട് തന്നെ വളരെ ആലോചിച്ചും ചിന്തിച്ചും മാത്രമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഒരു മഹാത്ഭുതങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ കോട്ട നിങ്ങൾ കാണാം, ആനക്കോട്ടയിലാണ് ഇത് എപ്പോഴും നടത്താറുള്ളത്. ഇതൊരു പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. ഈ 35 ആളുകളും പഴയ കാലഘട്ടങ്ങളിൽ ഈ കോട്ടയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. അവരന്ന് ആനകളെ വളരെയധികം സ്നേഹിക്കുകയും ആരാധിക്കുകയും ഗുരുവായൂരപ്പന്റെ മുമ്പിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്താണിത്. ഇത്രയും വലിയ ഒരു ഉത്സവം പോലെ ജനങ്ങൾ ഇതിന്റെ കൂടെ നിന്ന് സഹകരിക്കുന്നതാണ് എനിക്ക് എപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആനക്കോട്ടയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും പരിഹരിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും സംസ്ഥാന ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം പറഞ്ഞു. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ബണ്ടാരലർന്ന ഒരു ഹോസ്പിറ്റലിൽ പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആനയ്ക്കുള്ള ഹോസ്പിറ്റൽ, ഇവിടുത്തെ അടിസ്ഥാനപരമായ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണമോ അതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ കുന്നത്തൂർ കോട്ട നവീകരിക്കുന്ന കാര്യം ഉൾപ്പെടെ അടുത്ത വർഷം സുഖചികിത്സ ഇന്നും ഫലപ്രദമായിട്ട് നന്നായിട്ട് ഒരു വലിയ തൃശ്ശൂർ പൂരം പോലെ ഒരു ഉത്സവമായിട്ട് തന്നെ ഇവിടെ നടത്താൻ ആണ് ഗുരുവായൂർ ദേവസ്വം ആഗ്രഹിക്കുന്നത്. ഏകദേശം ഒരു പ്രിലിമിനറി ആയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ട്. കോട്ട നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ പ്ലാന് ഭരണസമിതി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ അത് നടത്താനായിട്ട് ജൂലൈ 30 വരെയാണ് ആനകൾക്ക് സുഖചികിത്സ. ആനകളുടെ സംരക്ഷണവും ഒപ്പം ശരീരപുഷ്ടിക്കും ഉപകരിക്കും വിധമുള്ള സമീകൃത ആഹാരമാണ് ഈ കാലയളവിൽ ആനകൾക്ക് നൽകുന്നത്. 3150 കിലോ അരി, 1050 കിലോ ചെറുപയർ, 1050 കിലോ റാഗി, 105 കിലോ അഷ്ടചൂർണം, 262 കിലോ ചവന്റപ്രാശ്യം, മഞ്ഞൾപ്പൊടി, അയൺ ടോണിക്, ധാതുലവണങ്ങൾ തുടങ്ങിയവയാണ് സുഖചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. STV വാർത്താ ഫലം കണ്ടു. പാലക്കാട് നിന്ന് എറണാകുളത്തേക്കുള്ള മെമു ട്രെയിനിൽ ഭിന്നശേഷിക്കാർക്ക് റിസർവേഷൻ ഇല്ലാത്തത് വാർത്തയാക്കിയിരുന്നു. 100 കണക്കിന് ഭിന്നശേഷിക്കാരാണ് ഈ ട്രെയിനിനെ ആശ്രയിക്കുന്നത്. വള്ളത്തോൾ നഗർ പാസഞ്ചേഴ്സ് അസോസിയേഷനും കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗങ്ങളും ഈ വിഷയത്തിൽ അധികൃതർക്ക് പരാതിയും നൽകിയിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭിന്നശേഷിക്കാർക്ക് മെമുവിൽ കോച്ച് നൽകിയിരിക്കുന്നത്. പാലക്കാട് എറണാകുളം മെമുവിൽ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം സീറ്റ് റിസർവ് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച റെയിൽവേയുടെ നടപടിയെ സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ഓടുന്ന എല്ലാ ട്രെയിനുകളിലും മെമു ട്രെയിനുകളിലും ഭിന്നശേഷി സൗഹൃദമാക്കണമെന്നും ഇന്റർനാഷണൽ ലെവലിലുള്ള ഭിന്നശേഷിയുടെ കോച്ച് ഡിസൈൻ ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നത്.
ലഹരി വിരുദ്ധതയിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുന്നതിനായി ഫുട്ബോൾ കളി ഒരു ലഹരിക്കായി എടുക്കണമെന്ന ലക്ഷ്യത്തോടെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ച് ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ UP-HS വിഭാഗം കുട്ടികൾക്കായിരുന്നു മത്സരങ്ങൾ ഒരുക്കിയത്. വിജയികൾക്ക് ട്രോഫികളും സമ്മാനിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ആവേശം എങ്ങും അലയടിക്കുമ്പോൾ ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളിലും ആവേശത്തിന് ഒട്ടും കുറവ് വന്നില്ല. വിദ്യാർത്ഥികൾ അവരുടെ ഇഷ്ട ടീമുകളുടെ ജേഴ്സി അണിഞ്ഞും മുഖത്തെ ചായം പൂശിയും ബാൻഡ് വാദ്യത്തിനോടൊപ്പം നൃത്തം ചവിട്ടി. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും പങ്കാളിയായി. ലഹരി വിരുദ്ധതയിലേക്ക് കുട്ടികളെ നയിക്കാൻ ഫുട്ബോൾ കളി ഒരു ലഹരിയായി എടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലോക ഫുട്ബോൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ സ്കൂളിൽ UP ഹൈസ്കൂൾ വിഭാഗം ക്ലാസ് അടിസ്ഥാനത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകുന്ന പാട്ടുകളും കുട്ടികളുടെ നൃത്തവും വേദിയിൽ അരങ്ങേറി. ഇതിനൊക്കെ പുറമെ അധ്യാപകരുടെ പെനാൽറ്റി ഷൂട്ടൗട്ട് മത്സരവും നടന്നിരുന്നു. UP ഹൈസ്കൂൾ വിഭാഗം ഫുട്ബോൾ മത്സര വിജയികളായ ടീമുകൾക്ക് അധ്യാപകർ ട്രോഫികളും വിതരണം ചെയ്തു. HM PK ഷീജ, A ലൂണ, കൺവീനർ K മധു, MPTA പ്രസിഡന്റ് PM സലീമ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഓങ്ങല്ലൂരിലെ മഞ്ഞളിങ്ങളിൽ പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പള്ളി IPT വരെയുള്ള പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് മഞ്ഞളിങ്ങളിൽ തോടിന് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത്. പാലത്തിൻ്റെ കോൺക്രീറ്റ് സ്ലാബ് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. സൈഡ് ഭിത്തികളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. നേരത്തെ പാലം നിർമ്മാണം ഇഴയുന്നതിനെതിരെയും സർവീസ് പാതയിലൂടെ ചെറിയ പൈപ്പ് വഴി മഴവെള്ളം ഒഴുകിപ്പോകാൻ കഴിയാതെ സമീപ വീടുകളിലേക്ക് വെള്ളം കയറിയ സാഹചര്യത്തിൽ നാട്ടുകാരുടെയും കോൺഗ്രസിൻ്റെയും പ്രതിഷേധവും ഉയർന്നു വന്നിരുന്നു. അതേസമയം പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾക്ക് വേഗത കൈവന്നിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത സമഗ്രമായി പുനഃപരിശോധിച്ച് അനർഹ ഗുണഭോക്താക്കളെക്കെതിരെ നിയമാനുസൃത നടപടി സ്വീകരിക്കണമെന്ന് ഷൊർണൂർ നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ VK ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ചുള്ള നിവേദനം നഗരസഭാ സെക്രട്ടറിക്ക് VK ശ്രീകൃഷ്ണൻ കൈമാറിയിട്ടുണ്ട്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതികൾ അർഹമായ ഗുണഭോക്താക്കൾക്ക് മാത്രമായി ലഭ്യമാക്കേണ്ടതാണ്. നഗരസഭയെ പരിധിയിലെ നിലവിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ചില ഗുണഭോക്താക്കൾക്ക് അർഹതയില്ലെന്ന വാർത്തകളും സംശയങ്ങളും പൊതുജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുജനാഭിപ്രായവും സർക്കാർ വ്യവസ്ഥകളും മുൻനിർത്തി നഗരസഭാ പരിധിയിലെ മുഴുവൻ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അർഹത സമഗ്രമായി പുനഃപരിശോധിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് VK ശ്രീകൃഷ്ണൻ നിവേദനത്തിലൂടെ അഭ്യർത്ഥിച്ചു. നഗരസഭാ പരിധിയിൽ അനർഹരായവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നു എന്ന പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ഗുണഭോക്തൃ ലിസ്റ്റ് അത് പരിശോധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി അനർഹരായവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയും അവരെ സർക്കാരിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി ഇത്രകാലം അവർക്ക് ലഭിച്ച അവർ കൈപ്പറ്റിയ തുക തിരിച്ചു വാങ്ങുന്നതിനുള്ള നടപടികൾ കൂടി കൈക്കൊള്ളണമെന്ന് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. പരിശോധനയുടെ വിശദമായ റിപ്പോർട്ട് നഗരസഭാ കൗൺസിലിന്റെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും പരിഗണനയ്ക്ക് സമർപ്പിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂർ ഫ്യൂച്ചർ സമ്മിറ്റ് 2ാം ഘട്ടം ജൂലൈ മാസത്തിൽ നടക്കും. പരിപാടിയുടെ ലോഗോ പ്രകാശനം നടന്നു.
മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖിൻ്റെ നേതൃത്വത്തിലാണ് ഫ്യൂച്ചർ സമ്മിറ്റ് പരിപാടി സംഘടിപ്പിക്കുക. മണ്ണൂർ പഞ്ചായത്തിന്റെ സമഗ്ര വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മണ്ണൂർ ഫ്യൂച്ചർ സമ്മിറ്റ് രണ്ടാം ഘട്ടം ജൂലൈ മാസത്തിൽ നടക്കും. പരിപാടിയുടെ മുന്നോടിയായി മണ്ണൂർ ഫ്യൂച്ചർ സമ്മിറ്റ് സെക്കൻഡ് എഡിഷന്റെ ലോഗോ പ്രകാശനം സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ മണ്ണൂർ പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖിന് നൽകി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയ സമ്മിറ്റിന്റെ ആദ്യഘട്ടം വളരെ വിജയകരമായിരുന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ വ്യക്തികൾ പങ്കെടുത്ത യോഗത്തിൽ മണ്ണൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട ഒട്ടേറെ വികസന ആശയങ്ങളും പദ്ധതികളും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി യോഗത്തിൽ ഉയർന്നുവന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് VM അൻവർ സാദിഖ് വിവിധ മന്ത്രിമാർക്ക് നിവേദനമായി സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണത്തെ 2026 UDF സർക്കാർ ബഹുമാനപ്പെട്ട മന്ത്രി തുളസി ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ബജറ്റിൽ മണ്ണൂർ പഞ്ചായത്തിലേക്ക് കിഡ്സ് പാർക്കും ഓപ്പൺ ജിമ്മും അനുവദിക്കുകയുണ്ടായി. സമാനമായ ഒട്ടേറെ പ്രാദേശിക പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും വരും മാസങ്ങളിൽ ഈ യോഗത്തിൽ നിന്നുള്ള ആശയങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് മനോഹരമായ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും സംഘാടകനും പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ് അറിയിച്ചു. മണ്ണൂർ പഞ്ചായത്തിന്റെ ന്യൂനതമായ ഭാവി കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ഈ സമ്മിറ്റിൽ വിവിധ മേഖലകളിൽ പരിചയസമ്പന്നരായ ആളുകൾക്ക് പങ്കാളികളാകാം. ഇതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മണ്ണൂർ സെന്ററിലുള്ള സേവാഗ്രാമം ഗ്രാമകേന്ദ്ര ഓഫീസിൽ ബന്ധപ്പെടണമെന്നും പരിപാടിയുടെ കൃത്യമായ തീയതിയും മറ്റു വിവരങ്ങളും അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും VM അൻവർ സാദിഖ് അറിയിച്ചു. പഞ്ചായത്ത് അംഗം ചെയ്യുന്ന ഇത്തരം പരിപാടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഇക്കാര്യത്തിൽ തിരുവനന്തപുരത്തെത്തി മന്ത്രിയുമായി സംസാരിച്ചെന്നും സഹകരണം ഉറപ്പു നൽകുമെന്നും മന്ത്രി അറിയിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ഒട്ടനവധി ആളുകളുണ്ട്. നല്ല നല്ല ആശയങ്ങളും നല്ല വികസന കാഴ്ചപ്പാടുകളുമുള്ള ആളുകളെ വിളിച്ചിരുത്തി അവരുടെ ആശയങ്ങളും നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടപ്പിലാക്കേണ്ട വിവിധ പദ്ധതികളെക്കുറിച്ചും അവരുമായി ചർച്ച ചെയ്തത് അധികാരികളുടെ അടുത്തേക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി KA തുളസി അവരുടെ അടുത്തേക്ക്, വിവിധ വകുപ്പ് മന്ത്രിമാരുടെ അടുത്തേക്ക് അതെല്ലാം എത്തിച്ച് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ടത്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ടത്, അങ്ങനെ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തി മണ്ണൂരിന്റെ ഭാവിശോഭനമായ നല്ല നാളേക്ക് വേണ്ടി നടത്തുന്ന ഫ്യൂച്ചർ സമ്മിറ്റ് ഉടൻ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയുടെ ഡേറ്റ് കിട്ടിയാൽ ആ ഡേറ്റ് നമ്മൾ ഉടനെ പ്രഖ്യാപിക്കുകയും നല്ല പങ്കാളിത്തത്തോടുകൂടി മണ്ണൂരിന് ഒരു നാഴികക്കല്ലാവുന്ന രീതിയിൽ നന്നായി നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കാലത്തിനുമേൽ മുഖമുദ്ര ചാർത്തിയ എഴുത്തുകാരനും നോവലിസ്റ്റുമായ തസ്രാഖിന്റെ ഇതിഹാസം OV വിജയന്റെ 86ാമത് ജന്മദിനത്തിൽ 86 ഓർമ്മമരം നട്ട് പരിസ്ഥിതി പ്രവർത്തകരുടെ കൂട്ടായ്മ. പരിസ്ഥിതി പ്രവർത്തക ലീല ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എൻ്റെ 96ാം ജന്മവാർഷികത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഓർമ്മയ്ക്കായി നമ്മൾ ഇവിടെ ഈ സർവേയിൽ കാലത്തിനുമേൽ സാഹിത്യത്തിന്റെ മുഖമുദ്ര അടയാളപ്പെടുത്തിയ എഴുത്തുകാരനും നോവലിസ്റ്റുമായ തസ്രാഖിന്റെ ഇതിഹാസം അന്തരിച്ച OV വിജയന്റെ 86ാമത് ജന്മദിനത്തിൽ 86 ഓർമ്മമരം നട്ട് പരിസ്ഥിതി പ്രവർത്തകരുടെ കൂട്ടായ്മ. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയോരത്ത് എടത്തറയിലാണ് OV വിജയൻ ഓർമ്മമരം നട്ടത്. പരിസ്ഥിതി പ്രവർത്തക ലീല ബാലകൃഷ്ണൻ വൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം ചെയ്തു. അപ്പുകുട്ടൻ കല്ലൂർ, ഷംസുദ്ദീൻ മാങ്കുറിശി, റസാഖ് പത്തിരിപ്പാല, വിജയൻ കല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ചാണ് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഞാറ്റുവേല പറഞ്ഞാൽ തിരുവാതിര ഞാറ്റുവേലയാണ്. തിരുവാതിര ഞാറ്റുവേലയിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിത്തുകൾ നടുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു കൊമ്പ് കുത്തിയാലും ഉണ്ടാവുന്ന ഒരു ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല. അതിനാണ് തിരുവാതിര ഞാറ്റുവേല തിരിമുറിയാതെ എന്ന് പറയും. അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് വെയിലുണ്ടാവും. ഇപ്പോൾ ഒരു മഴ പെയ്തു, വീണ്ടും വെയിൽ വന്നു. അപ്പോൾ ഈ ഞാറ്റുവേലയിൽ എന്ത് വിത്ത് കുത്തിയിട്ടാലും ഒരു കൊമ്പ് കുത്തിയാലും ഉണ്ടാവും എന്നാണ് പഴയ കാലത്ത് കാരണന്മാരും ശാസ്ത്രവും ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള വിത്തുകളും തൈകളും എല്ലാം കൊടുക്കുന്നത്. പിന്നീട് പ്രസിഡന്റ് വൃക്ഷത്തൈകളുടെ വിതരണവും നിർവഹിച്ചു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ഹാര്യകൃഷ്ണ ചടങ്ങിന് സ്വാഗതവും പറഞ്ഞു. മെമ്പർമാർ, കൃഷി ഓഫീസിലെ ജീവനക്കാർ, കർഷകർ എന്നിവർ പങ്കെടുത്തു.
ഓണത്തിനായുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റ്, പച്ചക്കറി തൈകൾ എന്നിവ സൗജന്യമായി വിതരണം ചെയ്തു. 200ഓളം പേർക്കാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്ത്. അടുത്ത ഘട്ടത്തിൽ തെങ്ങിൻ തൈകളുടെ വിതരണവും ഉണ്ടായിരിക്കും. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിലെ സ്റ്റോറിൽ ഫലവൃക്ഷത്തൈകൾ, പച്ചക്കറി തൈകൾ, പൂച്ചെടികൾ, വളങ്ങൾ എന്നിവ മിതമായ നിരക്കിലും വിൽപ്പന നടത്തുന്നുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. മങ്കര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ സംഘകൃഷി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. തൈനടിൽ ഉത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA വിനിത നിർവഹിച്ചു. 2 ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി, വിവിധയിനം പച്ചക്കറികൾ എന്നിവ കൃഷിയിറക്കുന്നത്. ഓണത്തിന് മുൻപ് വിളവെടുക്കേണ്ട രീതിയിലാണ് കൃഷിയിറക്കുന്നത്. തൈനടിയിൽ ഉത്സവം മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് KM വിനീത ഉദ്ഘാടനം ചെയ്തു. സംരംഭകർ മുന്നോട്ട് വരണമെന്നത് തന്നെയാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഈ കുടുംബശ്രീ സംരംഭം എന്ന് പറയുന്നത് നമ്മളുടെ വരുമാന മാർഗം വർദ്ധിപ്പിക്കുക എന്നതുകൂടി നമ്മുടെ ലക്ഷ്യം തന്നെയാണ്. നമ്മുടെ അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് നമ്മുടെ സംരംഭം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അയൽക്കൂട്ട അംഗങ്ങൾ ഈ സംഘകൃഷിയിലൂടെ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് നമ്മളുടെ ആവശ്യം. അതേപോലെ നമ്മുടെ പച്ചക്കറി കൂടെ 2025-26-27 വർഷത്തിലുള്ള സാമ്പത്തിക കൂടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കൃഷിഭവനിൽ കൂടെ പച്ചക്കറി തൈ കൂടി വിതരണം ഇവിടെ നടത്തിയിട്ടുള്ളത്. അത് നമുക്കറിയാം, തമിഴ്നാട്ടിൽ നിന്നടക്കം വരുന്ന വിഷരഹിതമായ പച്ചക്കറികളാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ജൈവ പച്ചക്കറി കൃഷി എന്ന രൂപത്തിൽ നമ്മൾക്ക് കിട്ടുന്ന പച്ചക്കറിയുടെ നല്ല ഭക്ഷണം നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനും കഴിയും. വാർഡംഗം VR രമേശ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ മുകുന്ദകുമാർ പദ്ധതി വിശദീകരിച്ചു. അതുപോലെ തന്നെ അതിനുള്ള മാർഗനിർദ്ദേശം കൃത്യമായിട്ട് കൃഷിഭവൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ സ്റ്റേജിലും നമ്മൾ ചെയ്യേണ്ട വിളയിൽ നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, ഓരോ സമയത്ത് എന്തെല്ലാം ചെയ്യണം, അതിനുള്ള കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും അതുപോലെ ഫീൽഡ് വിസിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൃഷിഭവൻ തീർച്ചയായിട്ടും കൊടുക്കും. പുതിയ ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾ, സംഘങ്ങൾ തീർച്ചയായിട്ടും വരട്ടെ. സർക്കാരിന്റെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ വർഷം വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും പദ്ധതികൾ നടപ്പിലാക്കി പോകുന്നത്. അപ്പം സീരിയസ് ചെയർപേഴ്സൺ K ബിനു, K ബിന്ദു, ഗീത മോഹൻരാജ്, സരിത, സത്യഭാമ എന്നിവർ സംസാരിച്ചു. സത്യഭാമ, ഗീത, കലാവതി, സുശീല, രാധ, നിമ്മി, നൂർജഹാൻ എന്നിവരടങ്ങുന്ന കുടുംബശ്രീ പ്രവർത്തകരാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. തികച്ചും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന വെട്ടം പദ്ധതിയുടെ ഭാഗമായുള്ള മിനി മാർഷൽ ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ജില്ലാ പഞ്ചായത്ത് കുഴൽമന്ദം ഡിവിഷൻ അംഗം അഭിലാഷ് തച്ചൻകാട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന വെട്ടം പദ്ധതിയുടെ ഭാഗമായി കുഴൽമന്ദം, കുളവൻമുക്ക്, പറക്കോണം എന്നിവിടങ്ങളിലാണ് മിനി മാർഷൽ ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് കുഴൽമന്ദം ഡിവിഷൻ അംഗമായ അഭിലാഷ് തച്ചൻകാട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഷിജു ബ്ലോക്കിലുള്ളത് കൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഷിജു നന്നായിട്ട് അറിയും. ഫണ്ട് വാങ്ങിയെടുക്കാൻ എവിടെ പിടിക്കണമെന്നൊക്കെ. അതിൻ്റെ ഭാഗമായി നിരന്തരമായി ഇതിനാവശ്യമായ തുടർച്ചയായ പരിശ്രമം ഷിജുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. കൃഷിയും മോശമല്ല, മിക്കവാറും എല്ലാ ആഴ്ചയും വിളിച്ച് അവരവരുടെ വാർഡുകളിലേക്ക് വികസനം എത്തിക്കുന്ന കാര്യത്തിൽ വളരെ മികച്ചോടുകൂടിയുള്ള ഗ്രാൻഡ് സെക്രട്ടറി ഓരോ പ്രദേശങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ നോക്കാൻ വരുന്നതൊക്കെ സജീവമായിട്ട് നിർത്താൻ പറ്റി. ഗ്രാമപഞ്ചായത്താണ് ഈ ലൈറ്റിൻ്റെ തുടർന്നുള്ള പരിപാലനം. ആദ്യത്തെ 2 കൊല്ലം കരാറുകാർ നിർവഹിക്കും ഗവൺമെൻറ്. തുടർന്ന് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ചടങ്ങിൽ കുഴൽമന്ദം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ M നിമിഷ, K സുരേഷ്, PS ഷിജു, S ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പർളി ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഉഷാകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KS അജിത് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ R രേഷ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PG മുകുന്ദനുണ്ണി, സുജാത, പഞ്ചായത്ത് അംഗങ്ങളായ P വത്സല, ദിവ്യ, പ്രേമലത, ആനന്ദ്ജി, സന്തോഷ് കുമാർ, കൃഷി അസിസ്റ്റന്റ് ക്രിസ്റ്റി റാണി എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി പച്ചക്കറി വിത്തുകൾ, തൈകൾ, നടീൽ വസ്തുക്കൾ എന്നിവയുടെ വിതരണവും കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനവും കർഷകർക്കുള്ള പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. KCB ഷൊർണൂർ സെക്ഷന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വൈദ്യുത സുരക്ഷാ വാരത്തിന്റെ ഭാഗമായി കുളപ്പുഴയിൽ ബോധവൽക്കരണ ജാഥ സംഘടിപ്പിച്ചു. KCB ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ പിന്നീട് കുളപ്പുള്ളി ടൗണിലെത്തിയ ശേഷം
വീണ്ടും KSCB ഓഫീസ് പരിസരത്ത് സമാപിക്കുകയായിരുന്നു. ഷൊർണൂർ സെക്ഷൻ ഓഫീസ് ജീവനക്കാരുടെ നേതൃത്വത്തിലായിരുന്നു ജാഥ നടത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പൊതുജനങ്ങൾ എന്നിവർക്കിടയിൽ നേരിട്ടെത്തിയാണ് KSCB ഇത്തരത്തിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. AE മുസ്തഫ, സബ് എഞ്ചിനീയർ ഡെന്നീസ്, ലൈൻമാൻമാർ, ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ ജാഥയിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 39ാമത് ദേശീയ സീനിയർ വടംവലി മത്സരത്തിൽ കേരള ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. കേരള സീനിയർ ടീമിനെ പ്രതിനിധീകരിച്ച മങ്കര മാങ്കുർശ്ശിയിലെ കീർത്തനയെ പ്രദേശത്തെ DYFI മാങ്കുർശ്ശി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് നാസിം, CPIM പാലക്കാട് ഏരിയ സെന്റർ അംഗം CM അബ്ദുൾ റഹ്മാൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത, വാർഡ് മെമ്പർ ഉമാദേവി, DYFI പാലക്കാട് ബ്ലോക്ക് ട്രഷറർ നിതിൻ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി, ബ്ലോക്ക് കമ്മിറ്റി അംഗം ജയരാജ്, ബ്രാഞ്ച് സെക്രട്ടറി ശിവദാസൻ, മേഖലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സജിത്, ഷംസീർ, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഷൊർണൂർ നഗരസഭ 5ാം വാർഡ് BJP കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കുളപ്പള്ളി മേൽമുറി പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ വീടുകളിൽ എത്തിയാണ് നേതാക്കൾ ഉപഹാരം കൈമാറിയത്. റിനു റാം, വിശാഖ്, ഗംഗാധരൻ, ഉമേഷ്, കൃഷ്ണനുണ്ണി, രഞ്ജിത്ത്, രവി കൊളംകോട്ടിൽ, KR റിജു, രജീഷ്, സുനിൽ മുല്ലയ്ക്കൽ, പ്രസാദ്, ഷാരോൺ, കൗൺസിലർ നിഷ ശശികുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപഹാരം കൈമാറിയത്. വാണിയംകുളം TRK സ്കൂളിൽ കലാ സാഹിത്യവേദിയുടെ ഉദ്ഘാടനം നടന്നു. പ്രശസ്ത കഥാകൃത്തും സാഹിത്യകാരനുമായ D. ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മാസ്റ്റർ C. കലാധരൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളുടെ സർഗാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനും കലയും സാഹിത്യത്തെയും സ്നേഹിക്കുന്ന ഒരു പുതുതലമുറയെ വാർത്തെടുക്കാനുമുള്ള ലക്ഷ്യമായിരിക്കണം വിദ്യാരംഗത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് D. ശ്രീജിത്ത് അഭിപ്രായപ്പെട്ടു. KP സുധീർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഡെപ്യൂട്ടി HM PK മഞ്ജുള, KK രാജേഷ്, KK മനോജ്, K. ബിന്ദു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. K. അഭിജിത്ത് നന്ദി പറഞ്ഞു. യോഗത്തിൽ വിദ്യാർത്ഥികളുടെ കൈയെഴുത്തു മാസിക നിറക്കൂട്ടിന്റെ പ്രകാശനവും നടന്നു. വായനാവാരത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സര വിജയികളെ അനുമോദിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിദ്യാരംഗം കൺവീനറായ VK ശോഭ, P. അലീമ, CM രഞ്ജിത്ത്, SS രമാനന്ദൻ, TK ലീന തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. വേതന വർധന ആവശ്യപ്പെട്ട് തൃശൂർ അമല ജൂബിലി മിഷൻ നഴ്സ് സമരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം കടുപ്പിക്കാൻ ഒരുങ്ങി UN. നഴ്സുമാരുടെ ജില്ലാതല പണിമുടക്കും മരണം വരെ നിരാഹാര സമരവും ജൂബിലി ആശുപത്രി ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കാനൊരുങ്ങി UN. വേതന വർധനവ് നടപ്പാക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും യൂണിയൻ നേതാക്കൾ. തൃശൂർ DCC ഓഫീസിന് സമീപം മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടിന് അനുകൂലമായ ഫ്ലക്സ് ബോർഡ് ഉയർന്നു. മാത്യു വരട്ടെ, മാറ്റം വരട്ടെ, KPCCയെ നയിക്കാൻ മാത്യു കുഴൽനാടൻ വരട്ടെ എന്നും ഫ്ലക്സിൽ. പിണറായിക്കെതിരെ പടപൊരുതിയവൻ വരട്ടെ, കോൺഗ്രസിനെ നയിക്കാനെന്നും ഫ്ലക്സിൽ. ഒറ്റപ്പാലം പാലപ്പുറത്തെ നാട്ടുകാർ കഞ്ചാവ് ചെടി കണ്ടെത്തി. പോലീസിനെ വിവരം അറിയിച്ചിട്ടും പോലീസ് എത്തിയില്ലെന്ന് നാട്ടുകാരുടെ ആക്ഷേപം. നിരോധിത ലഹരി കേസുകളിൽ പിടിയിലാവുന്നവർക്ക് യാതൊരു സംരക്ഷണവും ലഭിക്കില്ലെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസൻ. വാണിയംകുളം ത്രാങ്ങാലിയിൽ വീടിന് വേണ്ടി നൽകിയ അപേക്ഷ ഉദ്യോഗസ്ഥരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകൾക്ക് ഇനി സുഖചികിത്സക്കാലം. ആനയൂട്ടോടെ സുഖചികിത്സയ്ക്ക് തുടക്കം. STV വാർത്ത ഫലം കണ്ടു. പാലക്കാട് നിന്ന് എറണാകുളത്തേക്കുള്ള മെമുവിൽ ഇനി മുതൽ ഭിന്നശേഷിക്കാർക്കായി റെയിൽവേ കോച്ച് അനുവദിച്ചു. കോട്ടായിൽ ജൽജീവൻ പദ്ധതിക്കായി റോഡിന് കുറുകെ ചാലുകീറിയത് ശരിയായ രീതിയിൽ മൂടാത്ത അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.